നടക്കുകയുള്ളൂ. അപ്പോൾ വ്രതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കന്നിമാസത്തിലെ അമാവാസി കഴിഞ്ഞ് വരുന്ന വെളുത്ത പക്ഷ പ്രഥമ മുതൽ നവമി വരെയുള്ള ദിവസങ്ങൾ, ഈ ദിവസങ്ങളിലാണ് നവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത്. അമാവാസി നാൾ മുതൽ വ്രതം തുടങ്ങുന്നത് ഉത്തമം തന്നെയാണ്. വിദ്യാർത്ഥികൾ മാത്രമല്ല, നവരാത്രി വ്രതം ഏത് പ്രായത്തിലുള്ളവർക്കും മാതൃസ്വരൂപിയായിട്ടുള്ള ദേവിയുടെ അനുഗ്രഹത്തിനായിട്ട് 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. 7 ദിവസം, 5 ദിവസം, 3 ദിവസം, 1 ദിവസം എന്നീ ക്രമത്തിലൊക്കെ അനുഷ്ഠിക്കാമെന്ന് വിധിയുണ്ട്. പക്ഷേ 9 ദിവസത്തെ വ്രതമാണ് അത്യുത്തമമായിട്ട് കണക്കാക്കുന്നത്. മനസ്സിനെയും ശരീരത്തെയും ശുദ്ധമാക്കാനുള്ള വ്രതകാലയളവാണ് നവരാത്രി കാലം. ഈ കാലയളവിൽ സൂര്യോദയത്തിന് മുന്നേ കുളിച്ച് നിലവിളക്ക് കൊളുത്തി ദേവീസ്തുതികൾ ജപിക്കുക, ലളിതാ സഹസ്രനാമ ജപം അത്യുത്തമം. മത്സ്യമാംസാദികൾ വർജിക്കുക. സാധിക്കുമെങ്കിൽ അരിഭക്ഷണം ഒരു നേരമായിട്ട് ചുരുക്കുക. വ്രതം അനുഷ്ഠിക്കുന്നവർ ഭക്ഷണത്തിൽ മാത്രമല്ല വാക്കിൽ പ്രവൃത്തിയിലൊക്കെ ശുദ്ധിയുണ്ടാവണം. 9 ദിവസം അടുപ്പിച്ച് ദേവീക്ഷേത്രത്തിൽ കുളിച്ചു തൊഴാൻ സാധിക്കുന്നവർക്ക് അത് ചെയ്താൽ ശ്രേഷ്ഠമാണ്. ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വ്യത്യാസങ്ങൾക്കനുസരിച്ച് ഹൈന്ദവ ആചാരങ്ങളും വ്യത്യസ്തമാവുമല്ലോ. അതുകൊണ്ട് തന്നെ നവരാത്രി ആഘോഷങ്ങളിലെ ദക്ഷിണേന്ത്യയിലെ മഹിഷാസുരവധവുമായിട്ട് ബന്ധപ്പെട്ടതാണ് നവരാത്രി ആഘോഷം. എന്നാൽ ഉത്തരേന്ത്യയിലെ ശ്രീരാമൻ രാവണനെ വധിച്ചതിൻ്റെ സന്തോഷ സൂചകമായിട്ടാണ് നവരാത്രി. സ്ത്രൈണ ശക്തിയുടെ പ്രതീകം, തിന്മയ്ക്ക് മേൽ നന്മ നേടിയ വിജയം, വിദ്യാരംഭം, സംഗീതം, നൃത്തം തുടങ്ങിയ കലകളുടെ പഠനം ആരംഭിക്കൽ, ഗ്രന്ഥപൂജ, ആയുധപൂജ എന്നിങ്ങനെ നവരാത്രി മഹോത്സവത്തിൻ്റെ പ്രത്യേകതകൾ ഏറെയാണ്. പ്രഥമം ശൈലപുത്രീതി, ദ്വിതീയം ബ്രഹ്മചാരിണീ, തൃതീയം ചന്ദ്രഖണ്ഡേതി, കൂഷ്മാണ്ഡേതി ചതുർത്ഥകം, പഞ്ചമം സ്കന്ദമേതേതി, ഷഷ്ടം കാത്യായനീതി ച, സപ്തമം കാളരാത്രീതി, മഹാഗൗരീതി ചാഷ്ടമം, നവമം സിദ്ധിദാ പ്രോക്ത, നവദുർഗാ പ്രകീർത്തിത.